പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ അമ്മയായ മറിയയോട് അന്ന് ദൂതൻ ദർശനത്തിൽ സംസാരിച്ചു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ലൂക്കോസ് സുവിശേഷം 1:28 നമുക്കൊന്ന് വായിക്കാം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും എന്ന് പറഞ്ഞു. അവിടെ സംഭവിച്ചത് കണ്ടോ? മറിയ, ഇതാ ഞാൻ അങ്ങയുടെ ദാസി, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുത്തു. മറിയ വളരെ ദൈവഭക്തയും കൃപ നിറഞ്ഞവളും നന്മയോടെ അനുഗ്രഹത്തോടെ ജീവിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളായിരുന്നു. ദേശത്ത് മറിയയാണ് ദൈവം തിരഞ്ഞെടുത്തത്. സ്തോത്രം. ആ മറിയയുടെ ദൈവത്തോടുള്ള അനുസരണവും വിനയവും ആണ് ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു ലോകരക്ഷിതാവിനെ ലഭിച്ചത്. സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിലും അതേ ദൈവമേ, ഓ കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. അങ്ങ് എൻ്റെ ജീവിതത്തിൽ എന്താണോ നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് നടന്നാൽ മതി കർത്താവേ. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്ന് സമ്മതിച്ച് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ വ്യക്തമായ ഇടപെടൽ കാണാൻ നമുക്ക് കഴിയും. സ്തോത്രം.